പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിൽ 50കാരി ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് തീ കൊളുത്തി ജീവനൊടുക്കി. ഇരിങ്ങപ്പുറം സ്വദേശി ജുമൈലയാണ് മരിച്ചത്. ജുമൈല പ്രദേശവാസിയായ സ്ത്രീയിൽ നിന്നും പലിശയ്ക്ക് 50,000 രൂപ വാങ്ങിയിരുന്നതായി മകൻ ഷിനാസ് പറഞ്ഞു. മരണത്തിന്റെ കാരണം അബിത എന്നുള്ളൊരു വ്യക്തിയുടെ പേരും ഇതും ഡീറ്റെയിലൊക്കെ എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. അവര് നിരന്തരം വീട്ടിലേക്ക് വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ഉമ്മാനെ ശല്യം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഉമ്മ അത് ഞങ്ങളോട് പറയാറില്ല. ചെറുപ്പം മുതൽ ഉപ്പല്ലാണ്ട് ഉമ്മയാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. ഉമ്മ അങ്ങനെ ഒരു പൈസ എടുത്തുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അതിന്റെ അടവും കാര്യങ്ങളൊക്കെ ഞങ്ങള് കൊടുക്കാറുണ്ട്. കുറച്ച് കാലമായിട്ട് ഞങ്ങളെ കൊടുക്കാറില്ല. അതിന് ഉമ്മനെ നിരന്തരം വിളിക്കുകയും ഫോണിൽ കൂടെ വിളിക്കുകയും വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും റോഡിന്റെ സൈഡിൽ കണ്ട ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി തന്നെയാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോൾ മകൻ ഷിനാസിന്റെ ഒരു പ്രതികരണമാണ് കേട്ടത്. എന്താണ് ഈ ഒരു ആത്മഹത്യയുടെ പ്രധാന കാരണം? അരുണിമ, ഭീഷണി തന്നെയാണ് ഈ ആത്മഹത്യയുടെ പ്രധാന കാരണം എന്ന് ഒറ്റ വാക്കിൽ പറയേണ്ടി വരും. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈ ജുമൈല വീടിന് പുറകിലെ പറമ്പിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃത്യമായ ഈ മകൻ ഇപ്പോൾ ഷിനാസ് പറഞ്ഞ വിവരങ്ങൾ എല്ലാം അടങ്ങിയ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് ജുമൈല തീ കൊളുത്താൻ ഇടയായത്. എന്തായാലും 1 വർഷം മുൻപാണ് വെറും 50,000 രൂപ മാത്രമാണ് ഈ ജുമൈല നാട്ടുകാരിയായിട്ടുള്ള അബിത എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയത്. പലിശ ഇനത്തിൽ മാത്രം 10,000 രൂപ വീതം ഏകദേശം 8 മാസത്തോളം തിരിച്ചു നൽകി. അതായത് 50,000 രൂപയോളം വാങ്ങി 80,000 രൂപയോളം കൊടുത്തു കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ 2 മാസമായി പലിശ നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഈ ജുമൈലയ്ക്ക്. ഇതോടെ ഈ അബിത ജുമൈലയുടെ വീട്ടിൽ വന്ന് ജുമൈലയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മരണത്തിന് തലേ ദിവസം വന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, പണം നാളെ തന്നെ തന്നില്ലെങ്കിൽ അബിത തന്റെ സഹോദരനെ കൂട്ടി വരും, സഹോദരൻ വന്നാൽ വലിയ പ്രശ്നമാകും വീട്ടിൽ എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അബിത തിരികെ പോയത്. ഈ ഭീഷണി സഹിക്ക വയ്യാതെയാണ് ഈ ജുമൈല ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് എന്നാണ് ജുമൈലയുടെ മകൻ ഷിനാസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തിട്ടും അമ്മയെ കാണാതായതോടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ വീടിനകത്ത് റിങ് ചെയ്യുന്നത് കൊണ്ട് സംശയം തോന്നി വീടിന് പുറത്തേക്ക് ഇറങ്ങി പറമ്പിൽ പരിശോധിച്ചപ്പോഴാണ് അമ്മയെ ഇത്തരത്തിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നെ പോസ്റ്റ്മോർട്ടം നടപടി തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെ ശേഷം മൃതദേഹം സംസ്കരിക്കുകയൊക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ട് ജുമൈലയുടെ മകൻ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് കൃത്യമായ ഒരു കേസെടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തുടർ നിയമ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. നേരത്തെയും സമാന രീതിയിൽ ഗുരുവായൂരിൽ മറ്റൊരു ആൾ പലിശക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്ത ഗുരുവായൂരിൽ തന്നെ മാസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു 50 വയസ്സുകാരിയായ സ്ത്രീ ഇത്തരത്തിൽ പലിശക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. 50കാരി ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് തീ കൊളുത്തി ജീവനൊടുക്കിയ സംഭവത്തിന്റെ പ്രധാന കാരണം പലിശക്കാരുടെ ഭീഷണി തന്നെയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇരിങ്ങപ്പുറം സ്വദേശി ജുമൈലയാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത്. ജുമൈല പ്രദേശവാസിയായ സ്ത്രീയിൽ നിന്നും പലിശയ്ക്ക് 50,000 രൂപയാണ് വാങ്ങിയിരുന്നത്. ഇത് മകൻ വെളിപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ പോലീസിൽ പരാതി നൽകിയിട്ടും കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് മകൻ ഷിനാസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.